to Pencil Plus Design Series. ഞാൻ നിജ്മി. മനീസ്. ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ഒരു അപ്പാർട്ട്മെന്റ്, അതായത് റെന്റഡ് അപ്പാർട്ട്മെന്റ് മേക്ക് ഓവർ ആണ് നമ്മളിവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. മേക്ക് ഓവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിന് ഒരു ബഡ്ജറ്റ് ഫിക്സ്ഡ് മേക്ക് ഓവർ ആണ്. അതായത് ഓൾറെഡി ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 20,000 rupees ആണ് ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത്. ആ ഒരു 20,000 rupeesനുള്ളിൽ ഉള്ള ഒരു മേക്ക് ഓവർ ആണ് ചെയ്യുന്നത്. 20,000 ബഡ്ജറ്റ് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുന്നത്, ഒരു കൺസ്ട്രെയിനും കൂടി വെച്ചിട്ട്. കൺസ്ട്രെയിൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പറയുന്ന 20,000 ബഡ്ജറ്റും പ്ലസ് 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ലിവിംഗ് റൂം സ്പേസിനെ, ഒരു മിനിമൽ, ഈ പറയുന്ന മിനിമൽ ബഡ്ജറ്റിലെ ഒരു ലിവിംഗ് റൂം സ്പേസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള ചലഞ്ച് കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഏറ്റെടുക്കുന്നത്. അതെ, ഒരു 20,000 rupees 2 days. ഏറ്റവും മിനിമത്തിൽ ഒരു റെന്റഡ് സ്പേസസ് ആണല്ലോ. അപ്പൊ മാക്സിമം എല്ലാവർക്കും റെന്റഡ് സ്പേസിലാവുമ്പോൾ അധികം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും മിനിമം എഫക്റ്റില് അല്ലെങ്കിൽ മിനിമം ബഡ്ജറ്റില് നമ്മളിവിടെ മേക്ക് ഓവർ ഉദ്ദേശിക്കുന്നത് 3 എലമെന്റ്സ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഫ്ലാറ്റിന്റെ മേക്ക് ഓവർ ഉദ്ദേശിക്കുന്നത്. 3 എലമെന്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് ഇനി കാണാം.
അങ്ങനെ നമ്മുടെ 1 റൂം ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് 2 ദിവസം സമയം 20,000 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഇവിടെ ചെലവായത് 2 ദിവസവും 18,000 രൂപയാണ്. ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നിങ്ങൾ ഇത് സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് സാധ്യമാക്കാം. ഇവിടെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന 3 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എലമെന്റ് നമ്പർ 1 ചൂസിംഗ് ദ കറക്റ്റ് കളർ, പെയിന്റ് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ. എലമെന്റ് നമ്പർ 2 ചൂസിംഗ് ദ കറക്റ്റ് ഫാബ്രിക്. എലമെന്റ് നമ്പർ 3 ചൂസിംഗ് ദ കറക്റ്റ് ഡെക്കോർ. പക്ഷെ ഓരോ സ്പേസിലും ഇൻട്രസ്റ്റ് അനുസരിച്ചും ഡിസൈൻ അനുസരിച്ചിട്ടും ഇതിൽ വ്യത്യാസം വരാം. മേ ബി ബഡ്ജറ്റ്, ടൈം വ്യത്യാസം വരാം. പക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 18,000 രൂപയ്ക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധ്യമാക്കാമെന്ന്. ഞങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കബോർഡ്സിലും അലമാരികളിലും അല്ലെങ്കിൽ ക്രോക്കറി ഷെൽഫുകളിലെല്ലാം ഉപയോഗിക്കാതിരുന്ന പല എലമെന്റ്സിനെയും ഡെക്കോർ എലമെന്റ്സ് ആയി കൺവേർട്ട് ചെയ്തും പിന്നെ ഫർണിച്ചേഴ്സിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തും പഴയ ഫർണിച്ചേഴ്സിനെ കൺവേർട്ട് ചെയ്തുമാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. ഇതുവരെ കണ്ടത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ സ്പേസിനെ നിങ്ങൾക്ക് ഏതൊരു ലെവലിലേക്കും കൺവേർട്ട് ചെയ്യാം. നിങ്ങളുടെ നീഡും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളും പരീക്ഷിച്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതേപോലത്തെ ഇന്റീരിയർ വീഡിയോസ്, ഇന്റീരിയർ റിലേറ്റഡ് വീഡിയോസ്, പുതിയ ഇന്റീരിയർ ട്രെൻഡ്സ്, മേക്ക് ഓവർ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.